എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 10 വർഷത്തിന് ശേഷം അധികാരം പിടിച്ചെടുത്ത് UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട നിരവധി പുതുമുഖങ്ങളോട് കൂടിയിട്ടാണ് VD സതീശൻ മന്ത്രിസഭ അധികാരമേൽക്കാനിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ മുഖ്യമന്ത്രി തന്നെയാണ് ധനമന്ത്രിയും എന്നുള്ളതാണ്. ധനമന്ത്രി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പദവി ഇപ്രാവശ്യം ഇല്ല. മുഖ്യമന്ത്രി തന്നെയായിരിക്കും ഈ പ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെയൊക്കെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വേഗം വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷേമ പെൻഷൻ വർധനവും അതുപോലെ തന്നെ കൃത്യമായ സമയങ്ങളിലുള്ള വിതരണവും എല്ലാം മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 തവണ പിണറായി മന്ത്രിസഭയിൽ ആദ്യം തോമസ് ഐസക്കും കഴിഞ്ഞ തവണ KN ബാലഗോപാലുമായിരുന്നു ധനമന്ത്രിമാരായിട്ടുണ്ടായിരുന്നത്. UDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം കുറേ കാലങ്ങളായിട്ട് ധനമന്ത്രിയായി KM മാണിയായിരുന്നു ഉണ്ടായിരുന്നത്. KM മാണിയുടെ നിര്യാണത്തിന് ശേഷം ആ പാർട്ടി LDFിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എപ്പോൾ UDF ഭരിക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വകുപ്പ് ഭരിച്ചിരുന്ന കേരള കോൺഗ്രസ് M വിഭാഗം നിലവിൽ ഇപ്പോൾ ഒറ്റ MLA മാർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങിയ സാഹചര്യത്തിൽ ആ ഒരു വകുപ്പ് ഇപ്പോൾ UDFിൽ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഏറ്റെടുക്കലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കം വലുതാണ്, അത് മറികടക്കുക എന്നുള്ളത് തന്നെയാകും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മുഖ്യമന്ത്രി ധനവകുപ്പിനോടൊപ്പം തന്നെ നിയമവകുപ്പും തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ UDF നൽകിയിട്ടുള്ള 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലക്കും ധനമന്ത്രി എന്ന നിലക്കും VD സതീശന് തന്നെയായിരിക്കും. ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് മുടക്കം വരാതെ വിതരണം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് നിറവേറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ തുടങ്ങുകയും 2 മാസം വിതരണം ചെയ്ത് നിർത്തലാക്കുകയും ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും ആരംഭിക്കുന്നതും, അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് എല്ലാ മാസവും 1000 രൂപ നൽകുന്ന പുതിയ പദ്ധതിയും പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ആദ്യ ബജറ്റിൽ തന്നെ ഉണ്ടാകും അത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബജറ്റ് തയ്യാറാക്കുന്നതും അവതരിപ്പിക്കുന്നതും മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. വളരെ പ്രധാനമായിട്ട് ഇപ്പോൾ 21 മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചീഫ് വിപ്പിനെ PJ ജോസഫ് പ്രഖ്യാപിക്കും എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇങ്ങനെയാണ്: രമേശ് ചെന്നിത്തല, മുരളീധരൻ, KC ജോസഫ്, അനിൽകുമാർ, വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ലിജു, O ജനീസ്, റോജി N ജോൺ, സിദ്ദീഖ്, തുളസി എന്നിവരാണ് കോൺഗ്രസ് മന്ത്രിമാർ. ഘടകകക്ഷി മന്ത്രിമാരായിട്ട് കുഞ്ഞാലിക്കുട്ടി ശംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, അബ്ദുൽ ഗഫൂർ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്. മുതിർന്ന MLA ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. 2.5 വർഷത്തിന് ശേഷം അനൂപ് ജേക്കബിന് പകരം മാണി C കാപ്പനും ലീഗിലെ ഒരു മന്ത്രിക്ക് പകരം പാറക്കൽ അബ്ദുള്ളയും കോൺഗ്രസിലെ തുളസിക്ക് പകരം IC ബാലകൃഷ്ണനും മന്ത്രിമാരാകും. അപ്പു ജോൺ ജോസഫ് അല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടൻ എന്നിവരിൽ ആരെങ്കിലും ചീഫ് വിപ്പ് പദവി ഏറ്റെടുക്കുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.